ഈ വീഡിയോയിൽ ഞാനിപ്പോൾ കാണിക്കുന്നത് ഖത്തറിലെ കോർണിഷിലെ തന്നെ കുറച്ചുകൂടി ഒന്ന് ഇരുട്ടായതിനു ശേഷം ഉള്ള കാഴ്ചകളാണ്. ഇപ്പോൾ ഈ വെള്ളത്തിൻ്റെ, അതായത് ഈ ബീച്ചിൻ്റെ സെൻറ്ററിലായിട്ട് അങ്ങ് ദൂരെ കാണാൻ പറ്റും വേൾഡ് കപ്പിൻ്റെ ലോഗോ. കണ്ടില്ലേ അത്? ആ സെൻറ്ററിൽ തന്നെ കറക്റ്റ് നല്ലൊരു ഭംഗിയിലുള്ളൊരു ആ ഒരു വിഷ്വൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് കുറേ പേര് അവിടെ ഇരുന്ന് ചൂണ്ടയൊക്കെ ഇടുന്നത് കാണാം. ഏകദേശമൊക്കെ ഒന്ന് ഇരുട്ടായി തുടങ്ങിയിട്ടോ. ഏകദേശമല്ല, അത്യാവശ്യം നന്നായിട്ട് ഇരുട്ടായി. ക്യാമറയിൽ കുറച്ചുകൂടി നല്ലൊരു വെളിച്ചമുണ്ട് ഇപ്പോൾ. ഇവിടെ നടക്കാനുള്ള ഭാഗമൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ വുഡൻ ഇതിൽ ചെയ്തിട്ടുണ്ട്, മരത്തിൻ്റെതായിട്ട്. ഞാൻ ഏകദേശം ആ ബിൽഡിങ്ങിൻ്റെ അടുത്തേക്കൊക്കെ എത്താറായി. നടന്ന് ആ ഒരു ഭാഗത്തേക്ക് തന്നെ എത്തി. സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഓണായി. ഇവിടുത്തെ സ്ട്രീറ്റ് ലൈറ്റൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഞാൻ ആദ്യം കരുതിയതേ ഓലയാണെന്ന് കരുതിയത്. പിന്നെയാണ് മനസ്സിലായത് നാട്ടിലല്ല, ഇവിടെയാണ്. ഇവിടെ എന്തായാലും തെങ്ങിൻ്റെ ഓല എന്തായാലും വെക്കില്ല അവർ, പനയോലയാണ് സംഭവം. സ്വാഭാവികമായിട്ടും ചിന്തിക്കാമല്ലോ. ഇതെല്ലാം വേൾഡ് കപ്പിൻ്റെ ആ ഒരു ടൈമിൽ ചെയ്തേക്കുന്നതാണ് ഇതെല്ലാം. ഒരു 2 ബോട്ട് വരുന്നുണ്ട് ഫുൾ ലൈറ്റൊക്കെ ആയിട്ട്. ഞാൻ എന്തായാലും ഒരു ബോട്ടിൽ കയറുന്നുണ്ട് കേട്ടോ. അത് ഇവിടെ അല്ല, കുറച്ചങ്ങോട്ട് നീങ്ങിയിട്ട്. ഇവിടെ ഒരു സംഭവമുണ്ട്. 2006 ഇവിടെ ഖത്തറിലെ ഏഷ്യൻ ഗെയിംസ് നടന്നായിരുന്നു. ഏകദേശം ഒരു 30 അടി ഉയരത്തിൽ ഇവിടെ ഈ കോർണിഷെല്ലാം ഇവർ റെഡിയാക്കിയതിന് ശേഷം അന്നത്തെ ഒരു ലോഗോ ഉണ്ടല്ലോ, നമ്മളുടെ ഏഷ്യൻ ഗെയിംസിൻ്റെ ലോഗോ, അന്ന് അവർ ഖത്തർ സെലക്ട് ചെയ്തിരുന്നത് ഇവിടുത്തെ നാഷണൽ അനിമലായ ഒറിക്സിൻ്റെ രൂപമാണ്. ഇതാ ഈ കാണുന്നതാണ് ആ ഒരു ഒറിക്സ് എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു മൃഗം. അപ്പോൾ ഇവരതിന് ഓറി എന്നാണ് പേരിട്ടിരുന്നത്. ഇങ്ങനെ ഒരു 30 അടി ഉയരത്തിലാണ് ഈ സംഭവം ചെയ്തേക്കുന്നത്. ഒരു ഷോർട്ട്സും ടീഷർട്ടും ഷൂസും, പിന്നെ കയ്യിലെന്താ പറയുക, ദീപശിഖ എന്ന് പറയില്ലേ, അല്ലെങ്കിൽ ടോർച്ച്, അങ്ങനെ നിൽക്കുന്ന ഈ ഒരാൾ. ഇരുട്ടായി കഴിഞ്ഞപ്പോൾ അവിടെ ബിൽഡിംഗ് എല്ലാം ലൈറ്റ്സ് എല്ലാം ഓണാക്കി തുടങ്ങി. ഇനി ഒരുപാട് ബിൽഡിങ്ങിൽ അതേപോലെ ലൈറ്റൊക്കെ വരാനുണ്ട്. നല്ല ഭംഗിയാണ് ഇവിടെ കാണാനായിട്ട്. അതിലെല്ലാം ഒരുപാട് പേര് ജോലിയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. കുറേ ഓഫീസുകളും കാര്യങ്ങളും എല്ലാം അതിൻ്റെ അകത്താണ്. ഖത്തറിലെ ബിൽഡിങ്ങുകളിലെ ഏറ്റവും ഭംഗിയുള്ള സ്ഥലം ഇവിടെയാണ്. ഇവിടെ ഒരു 3D ആർട്ടും ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മൾ ടൊവിനോൻ്റെ ഫിലിമില്ലേ ലൂക്ക എന്ന് പറഞ്ഞിട്ട്, അതിലൊക്കെ കണ്ടിട്ടില്ലേ? ഏകദേശം എനിക്ക് അതാണ് പെട്ടെന്ന് ഓർമ്മ വന്നത്. ഇവിടെ റൈറ്റ് സൈഡിലായിട്ടേ റോഡ് ക്രോസ് ചെയ്ത് പോകാനാണെന്ന് തോന്നുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും കണ്ടായിരുന്നു, അവിടെ നമ്മൾ അപ്പുറത്തെ സൈഡിലൊക്കെ ഉണ്ട് ഈ സംഭവം. റോഡിൻ്റെ താഴെ കൂടി നമുക്ക് ക്രോസ് ചെയ്ത് പോകാനായിട്ടുള്ള ഒരു വഴി. അപ്പോൾ അത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അമ്പലത്തിലൊക്കെ പള്ളിയിലോ പെരുന്നാളിനോ ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ ഹൈഡ്രജൻ ബലൂണൊക്കെ വെക്കില്ലേ, അതേപോലെ ഒരു സംഭവം ഞാൻ പെട്ടെന്ന് കണ്ടുകൂടെ. ബലൂണല്ല, ഒരു നല്ല ഭംഗിയിൽ അവർ ചെയ്തേക്കുന്നൊരു സംഭവം. ഇവിടെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഫുഡൊക്കെ കഴിക്കാം. കണ്ടില്ലേ, ഈ സംഭവമാണത്. അപ്പം ഞാനതിൽ ഇറങ്ങി വന്നിട്ട് അതൊക്കെ ഒന്ന് കവർ ചെയ്ത്, അപ്പോൾ അതിൽ റോഡൊക്കെ ക്രോസ് ചെയ്ത് പോകാനായിട്ട്, റോഡിൻ്റെ താഴെ കൂടി പോകാനായിട്ടുള്ള വഴികളൊക്കെ അവിടെ കാണാം. അങ്ങനെ അതും കണ്ടിട്ട് ഞാൻ എന്താ സ്റ്റെപ്പ് കയറി വന്ന വഴിയെ തന്നെ അങ്ങ് പോവുകയാണ്.
ഇവിടെ ഇലക്ട്രിക്കിൻ്റെ ചാർജിങ് പോയിൻ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ചാർജിങ് സ്റ്റേഷൻ എന്നല്ല പറയാ, അതെല്ലാം ഉണ്ട് ഇവിടെ. നല്ല ഭംഗിയിൽ സ്മൈൽ എന്നെഴുതിയ ആ ഒരു സംഭവം ഇവിടെ കാണാം. ഞാനിപ്പോൾ തിരിച്ച് നമ്മളുടെ സൂക്കിൻ്റെ ഭാഗമില്ലേ അവിടേക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ സൈക്കിളിൽ പോകാനുള്ള ഒരു ട്രാക്ക് ഉണ്ട്, നടക്കാനുള്ള ട്രാക്ക് ഉണ്ട്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ വലിയ റോഡ്, തൊട്ടിപ്പുറം ബീച്ച് സൈഡും. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ ഇവിടുത്തെ ബോട്ടുകളെ കുറിച്ച്. ഇത് മരം കൊണ്ട് നിർമ്മിച്ചേക്കുന്ന ബോട്ടുകളാണ് ഇവിടെ ഉള്ളതെല്ലാം. ഇത് സാധാരണ ഉപയോഗിച്ചിരുന്നതേ പഴയ കാലത്ത് ഇത് ഉപയോഗിച്ചിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യാപാരങ്ങൾക്ക് വേണ്ടിയും അതുപോലെ ആ ഒരു പേള് എടുക്കുന്ന കാര്യം പറഞ്ഞില്ലേ ഖത്തറിൽ, അതിനൊക്കെ വേണ്ടി ഉപയോഗിച്ചിരുന്ന ബോട്ടാണത്. ഇപ്പോൾ ഇത് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നൊരു ബോട്ടാണ്. പിന്നെ ഇവിടെ അറബിക് ലെറ്റേഴ്സ് എല്ലാം വെച്ചിട്ട് ചെയ്തിരിക്കുന്ന ഒരു ആർട്ട് വർക്ക് കാണാം, ഒരു ശില്പം. ഖത്തറിൻ്റെ സ്ഥാപകനായിരുന്നു ഷെയ്ഖ് ജാസിം ബിൻ മുഹമ്മദ് അൽ താനി. അദ്ദേഹത്തിൻ്റെ ഒരു കവിതയുണ്ട്. ആ കവിതയിൽ നിന്ന് കുറേ വാക്കുകളും കാര്യങ്ങളെല്ലാം എടുത്തിട്ട് എന്താ പറയുക, ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ഒരു 7.5 മീറ്റർ ഉയരത്തിൽ ചെയ്തിരിക്കുന്ന ഒരു ശില്പമാണ് ഈ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ കണ്ടതാണ്, എന്നാലും ആ രാത്രി ഒന്ന് കാണാനായിട്ട് കുറച്ചുകൂടി ഭംഗിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇതെടുത്ത് കാണിക്കുന്നത്. ഇവിടെ രാത്രി എല്ലാ ബിൽഡിങ്ങുകൾക്കും ഈ ലൈറ്റൊക്കെ ഉള്ളത് കാരണം കാണാൻ നല്ല ഭംഗിയാണ്. ഖത്തറിൻ്റെ ഫ്ലാഗ് കാണുന്ന ബിൽഡിങ്ങില്ലേ, ഇത് അമീറി ദിവാൻ എന്നാണ് ഞാൻ നെറ്റിലൊക്കെ നോക്കിയപ്പോൾ കണ്ടത് കേട്ടോ പേര്. ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ പാർലമെൻറ്റ് മന്ദിരമില്ലേ, അതാണ് സംഭവം. ഖത്തർ അമീർ, അതായത് രാജാവ്, തൻ്റെ ഭരണപരമായ കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. അദ്ദേഹത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ്. അവിടെ നിന്ന് നടന്നു വന്നു കഴിഞ്ഞപ്പോഴേ ഇവിടെ ഇടതുഭാഗത്തായിട്ട് ഒരുപാട് ഫ്ലാഗ് പോൾസ് ഞാൻ കണ്ടു. അതിൻ്റെ മേളിൽ ഫ്ലാഗൊന്നുമില്ല, അതെല്ലാം അഴിച്ചു മാറ്റിയിട്ടുണ്ട്. അവിടെ നേരെ തന്നെ വേൾഡ് കപ്പിൻ്റെ ഒരു ലോഗോയും കാണാം. ഇതേ ലോഗോ തന്നെ, ഇതല്ല, ഇതുപോലത്തെ ഒരു ലോഗോയാണ് നമ്മൾ ആ ഒരു വെള്ളത്തിൻ്റെ നടുക്ക് കണ്ടില്ലേ കുറച്ച് നേരത്തെ, ആ സെൻറ്ററിലായിട്ട്. ഇതതുപോലെ തന്നെ ഇവിടെ വേറൊരു സെപ്പറേറ്റ് ലോഗോ വെച്ചിട്ടുണ്ട്. ശരിക്കും ഇവിടെ ലൈറ്റൊക്കെ ഉള്ളതാണ്, നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നു സമയം ആയിട്ടില്ല എന്ന് തോന്നുന്നു. ഇവിടെ ഒരു 6:15 6:20 ആയിട്ടുള്ളൂ. ഇവിടെ ടൈം കണ്ടില്ലേ, 6:25 ആവുന്നേ ഉള്ളൂ. ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് ഫിഫ വേൾഡ് കപ്പ് ഖത്തർ 2022 എന്നെഴുതിയേക്കുന്നതും കാണാം. ഇവിടെ ഈ ഫ്ലാഗ് പോൾസിൻ്റെ ഒക്കെ താഴെയായിട്ട് അതാത് രാജ്യങ്ങളുടെ പേരും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഒരു സൈഡ് മാത്രമല്ല കേട്ടോ, 2 സൈഡിലും ഇതുണ്ടായിരുന്നു. ഇവിടെ ഈ ഫ്ലാഗ് പോൾസ് ഉണ്ട്. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും നടന്നുകൊണ്ടിരിക്കുക. ആ നേരെ കാണുന്നത് ആ പേളിൻ്റെ ആ ഒരു കണ്ടില്ലേ, ആ ചിപ്പി, അവിടേക്ക് ഇപ്പോൾ കടത്തി വിടില്ല, ഫാമിലി മാത്രമേ അവിടേക്ക് കയറ്റി വിടുള്ളൂ. ഇവിടെ ബോട്ടിൽ കയറാനൊക്കെ ആയിട്ട് നല്ല തിരക്കാണെന്ന്. ഒരുപാട് പേര് ഫാമിലി ആയിട്ടെല്ലാം ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിലേക്ക് ഇരിക്കുന്നുണ്ട് കേട്ടോ.
അങ്ങനെ ഞാനും ഒരു ബോട്ടിൽ കയറി. ഈ ബോട്ടിൽ ഭയങ്കര ഡാൻസും പാട്ടും കാര്യങ്ങളൊക്കെയാണ്. എൻ്റെ കയ്യിൽ നിന്ന് 10 റിയാലാണ് വാങ്ങിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 10 റിയാലല്ല, ചില സമയങ്ങളിൽ അത് 5 റിയാൽ കിട്ടും, ചിലപ്പോൾ 20 റിയാൽ വാങ്ങിക്കും. അങ്ങനെ ആ ഒരു തിരക്കൊക്കെ നോക്കിയിട്ടാണ് ഇവർ ചാർജൊക്കെ ചെയ്യുന്നത്. ചിലപ്പോൾ എല്ലാവരുടെ നിന്ന് 10 റിയാൽ വാങ്ങിച്ചതിന് ശേഷം ബോട്ട് ഫുള്ളായി ഒന്ന് പോകണം, ആ ഒരു സമയമായി കഴിയുമ്പോൾ നമ്മളുടെ കയ്യിൽ നിന്ന് ആ കയറിക്കോ 5 റിയാൽ മതി, അങ്ങനെയൊക്കെ പറയും. ഇത് ഈ കോർണിഷിൽ ഒരു ചെറിയൊരു റൗണ്ടൊക്കെ ചെയ്തിട്ട് കറങ്ങി തിരിച്ച് വരും. ശരിക്കും ആ വേൾഡ് കപ്പിൻ്റെ ലോഗോ എല്ലാം കണ്ടില്ലേ, ആ ലോഗോവിൻ്റെ ആ ഭാഗത്ത് കൂടിയൊക്കെ പോയിട്ട് വരുന്നതാണ്. പക്ഷേ ഈ ഒരു ബോട്ട് അത്രയും പോയില്ല, വളരെ അടുത്ത് തന്നെ ഒന്ന് കറങ്ങിയിട്ടൊക്കെ ഒന്ന് തിരിച്ചു വന്നു. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ബിൽഡിംഗ് ഒക്കെ നല്ല ഭംഗിയിൽ കാണാം കേട്ടോ. ഇവിടെ റൈറ്റ് സൈഡിൽ കൂടെ ഒക്കെ ബോട്ടൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ബോട്ടെല്ലാം കുറച്ചധികം ദൂരം പോവുകയും ചെയ്തു. നമ്മളുടെ ബോട്ടാണെങ്കിൽ അടുത്തൊക്കെ ഒന്ന് കറങ്ങിയിട്ട് റിട്ടേൺ ഇപ്പോൾ പോന്നുകൊണ്ടിരിക്കുക. ഞാനിവിടെ നിന്ന് നമ്മളുടെ സൂക്ക് വാക്കിഫ്, അവിടേക്ക് പോകാനുള്ളൊരു പ്ലാനിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ വീണ്ടും അവിടെ ഒരു സിഗ്നൽ ഉണ്ട്. ആ സിഗ്നൽ വഴി റോഡ് ക്രോസ് ചെയ്തിട്ട് അവിടേക്ക് കടക്കാനാണ് നോക്കുന്നത്. ഈ റോഡ് നല്ല തിരക്കുള്ള റോഡാണ്. ഇവിടെ ഇതിലും തിരക്കുള്ള റോഡുകൾ ഒരുപാടുണ്ട് കേട്ടോ. ഇവിടെ ഈ പുല്ല് വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന എല്ലായിടത്തും ആളുകളൊക്കെ വന്നിരിക്കുക. അങ്ങനെ റോഡ് ക്രോസ് ചെയ്തു. ഇതൊരു ചെറിയൊരു പാർക്കാണ് കേട്ടോ. ഇതിലേക്ക് ഒരുപാട് പേര് കയറുന്നുണ്ട്. വൈകുന്നേരവും രാവിലെയും എല്ലാം ആളുകളൊക്കെ ഇവിടെ വന്നിങ്ങനെ വ്യായാമം ചെയ്തുകൊണ്ടിരിക്കും. ഈ എക്സസൈസ് ചെയ്യാനുള്ള ഒരുപാട് എക്യുപ്മെൻറ്റ്സ് ഇവിടെ പബ്ലിക്കായിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിലൂടെ നടന്നിട്ട് വേണം നമ്മൾ സൂക്കിലേക്ക് പോകാനായിട്ട്. ഇനി ഒരു ചെറിയ റോഡ് കൂടിയുണ്ട്. ആ റോഡ് കൂടി ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൂക്കിലേക്ക് എത്താൻ പറ്റും, സൂക്ക് വാക്കിഫിലേക്ക്. ഇവിടെ എല്ലാം ഇങ്ങനെ എക്സസൈസ് ചെയ്യാനുള്ള മെഷീനും കാര്യങ്ങളും എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. കുറച്ചുകൂടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴേ അവിടെ ഒരു സംഭവം കണ്ടായിരുന്നു. അതിനകത്ത് മുഴുവനും കുട്ടികളാണ്. കുട്ടികൾക്ക് കളിക്കാനുള്ള ആ ഒരു ഏരിയയാണ്. അവരുടെ പാരൻസും എല്ലാവരും ഉണ്ട് അവിടെ. അതുപോലെ തന്നെ ഇവിടെ ചെറിയ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് വെള്ളം, അതുപോലെ ചോക്ലേറ്റ്സ് കാര്യങ്ങൾ അങ്ങനെയുള്ളതൊക്കെ വാങ്ങിച്ച് കഴിക്കാനൊക്കെ ആയിട്ട്. ആ ഒരു ഒറ്റ ഷോപ്പേ ഞാൻ കണ്ടുള്ളൂ അവിടെ, ഒന്നേ ഉള്ളൂ അവിടെ. മുഴുവനും കുട്ടികളാണ് ഇതിൻ്റെ അകത്ത്. അങ്ങനെ ഞാനിതിൽ തന്നെ ഒരു എക്സിറ്റ് ഉണ്ട്, അതിലെ പുറത്തേക്ക് ഇറങ്ങി. ഈ റോഡ് കണ്ടില്ലേ, ഇത് ക്രോസ് ചെയ്ത് കാണുന്നതാണ് സൂക്ക് വാക്കിഫ് എന്ന് പറയുന്നത്.